ഇന്നത്തെ കുട്ടികളിലെ സെൻസറി ഇഷ്യൂസിൽ ഏറ്റവും അധികമായി കണ്ടുവരുന്ന ഒന്നാണ് ഓഡിറ്ററി ഇഷ്യൂ. ഇത് രണ്ട് തരമുണ്ട്: ഓഡിറ്ററി സീക്കിംഗ് ആൻഡ് അവോയ്ഡിങ്. എൻ്റെ പേര് ഹന്ന കുര്യൻ. ഞാൻ കിഡ്സ് ബേ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലെ ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണ് ഓഡിറ്ററി സീക്കിംഗ് എന്നാണ്. എന്താണ് ഓഡിറ്ററി സീക്കിംഗ്? ഒരു കുട്ടി വിവിധതര ശബ്ദങ്ങളെ അധികമായി ആഗ്രഹിക്കുക അല്ലെങ്കിൽ അധികമായി കേൾക്കുക, അതിനോട് കൂടുതലായി ഇഷ്ടം പ്രകടിപ്പിക്കുക എന്നതിനാണ് ഓഡിറ്ററി സീക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് വിവിധ തരമായി മാറാം. ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഫാനിൻ്റെ ഒച്ചയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ മറ്റൊരു കുട്ടിക്ക് അത് AC ആകാം, ഫ്രിഡ്ജിൻ്റെ ഒച്ചയാകാം. ഇങ്ങനെ പലതരം ഒച്ചകളായിട്ട് മാറുന്നു. ഇതിന് വിവിധതര സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട്. ഒന്നാമതായി, നിങ്ങളുടെ കുട്ടികൾ അധികമായി TV-യുടെ വോളിയം കൂട്ടിവെച്ച് കേൾക്കുക, ഇല്ലെങ്കിൽ നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നതിലും അധികമായി അവർ ആ ഒച്ച കേൾക്കുക, അതിന് ഇഷ്ടപ്പെടുക ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ഓഡിറ്ററി സീക്കിങ്ങിൻ്റെ പ്രശ്നമാകാം. രണ്ടാമതായി, അവരുടെ തന്നെ ടോയ്സ് അവർ നിലത്തിട്ട് ഒച്ചയുണ്ടാക്കുക, ആ ഒച്ച അവർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുക, അത് കേൾക്കാനായി വീണ്ടും വീണ്ടും അത് ചെയ്യുക എന്നുണ്ടെങ്കിൽ അതും ഓഡിറ്ററി സീക്കിങ്ങിൻ്റെ പ്രശ്നമാകാം. മൂന്നാമതായി, നിങ്ങളുടെ കുട്ടികളുടെ പേര് നിങ്ങൾ വിളിക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ നിന്നുള്ള ഒച്ച അവർ കൂടുതലായി സീക്ക് ചെയ്യുന്നു, ഒരു തരത്തിലുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ഓഡിറ്ററി ഇഷ്യൂസിന്റെ പ്രശ്നമാകാം. നാലാമതായി, നിങ്ങളുടെ കുട്ടികൾ സ്വയമായി ഒച്ചയുണ്ടാക്കുക, മൂളുക, ഒച്ചത്തിൽ കരയുക, അവരുടേതായ ഭാഷയിൽ സംസാരിക്കുക, ഇതെല്ലാം തന്നെ ഓഡിറ്ററി സീക്കിങ്ങിന്റെ ലക്ഷണങ്ങളാണ്. ഇനി ഇതിനായി നിങ്ങൾക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം? ഒന്നാമതായി, ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുക. നിങ്ങളുടെ കുട്ടികളെ കാം ആക്കുന്നതിനായി വിവിധതരം മ്യൂസിക്സ് അവർക്ക് വേണ്ടി ഹെഡ്ഫോൺസിൽ വെച്ച് കൊടുക്കുക. അത് ഇൻസ്ട്രുമെൻസിൻ്റെ അല്ലെങ്കിൽ നേച്ചറുമായി ബന്ധപ്പെട്ടത്, മഴയുടെ ഒച്ച, കാറ്റിൻ്റെ ഒച്ച എന്നിവയെല്ലാം ആകാം. ഇതെല്ലാം വെച്ച് തന്നെ അവരെ ഒന്ന് കാം ആക്കാനും അവർക്ക് വേണ്ട ആ സീക്കിംഗ് ബിഹേവിയേഴ്സിനായിട്ടുള്ള ഇൻപുട്ട് കൊടുക്കാനും നമുക്ക് സാധിക്കും. രണ്ടാമതായി, നിങ്ങളുടെ കുട്ടികളുടെ പേര് വിളിച്ച് തന്നെ നിങ്ങൾ ഓരോ ആക്ടിവിറ്റീസും അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവരുടേതായ പേര് ഇൻവോൾവ് ചെയ്തിട്ട് തന്നെ ചെയ്യിക്കുക. അടുത്തതായി, നിങ്ങൾ ടോയ്സ് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് വിവിധതര ശബ്ദങ്ങൾ വരുന്നത്, ലൈറ്റ്സ് വരുന്നത്, ഇതെല്ലാം യോജിപ്പിച്ച് കുട്ടിക്ക് ആ ഒരു ഇൻപുട്ട് ലഭിക്കുന്നത് മാതിരി ഉള്ള ടോയ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. ഇതെല്ലാമാണ് നിങ്ങൾക്ക് കുട്ടികൾക്കായി വീട്ടിൽ നൽകാൻ കഴിയുന്ന കാര്യങ്ങൾ. മേൽപ്പറഞ്ഞ ഏതെങ്കിലും സൈൻസ് ആൻഡ് സിംറ്റംസ് നിങ്ങളുടെ കുട്ടികൾ കാണിക്കുന്നുണ്ട് എങ്കിൽ അത് ഒരു രീതിയിലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഉടനെ തന്നെ കുട്ടിയെ നല്ല ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവുക. ഞാൻ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇനി ഇതുപോലത്തെ വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.